ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പീസിൽ നമ്മൾ ചെയ്യുന്നത് നല്ല വെള്ള കളറുള്ള ഓലനില്ലേ, കുമ്പളങ്ങിയും നമ്മുടെ മമ്പയറൊക്കെ ചേർത്തിട്ടുള്ളത്, അതും അതിന്റെ കൂട്ടത്തിൽ നല്ല കട്ടി പുളിശ്ശേരി, അതും കുമ്പളങ്ങി വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. നമ്മൾ ഓലന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം മതി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ വെന്ത് വരണം, അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ, അല്ലെങ്കിൽ കുറച്ചൊരു ചെറിയ കൈപ്പിടി അളവിൽ നമുക്ക് ഉണക്കപ്പയർ അല്ലെങ്കിൽ വൻപയർ ഉണ്ടല്ലോ, അത് വേവിച്ചെടുക്കണം. സദ്യ ഓലൻ അറിയാലോ, വെള്ള കളറിൽ വൻപയറും കുമ്പളങ്ങയും കൂടിയിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കണം. കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 2-3 ടീസ്പൂണോളം 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വൻപയർ വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലതുപോലെ വേവിച്ചിട്ട് തന്നെയാണ് വൻപയർ ചേർക്കുന്നത് കേട്ടോ. ഞാൻ വൻപയർ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ, ആ ഒരു ഉപ്പും എരിവും ഒക്കെ പിടിക്കട്ടെ. വൻപയർ തീരെ വേവിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ചില സദ്യയിലൊക്കെ നമുക്ക് കാണാറില്ലേ, ആ ഒരു കറിയും പയറും തമ്മിൽ ഒരു ബന്ധമില്ലാതെ, ഈ പായസത്തിൽ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്തിടില്ലേ, അതുപോലെ കിടക്കുന്നത്. പക്ഷെ ഒരു കുറച്ച് വെന്ത് കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ആ പയറിനും കൂടി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വേവിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും വേവിക്കേണ്ടത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. സദ്യ ഓലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലയിലിട്ട അവിടെ തന്നെ ഇരിക്കണം, അല്ലാതെ വല്ലാതെ ഒരു നീട്ടിക്കറി പോലെ ചെയ്ത്. നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ നോർമൽ ഡേയിൽ നല്ല സ്പൈസി മുളക് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കുന്ന പോലെയല്ല സദ്യയുടെ ഓലൻ എന്ന് പറയുന്നത്. കുറച്ച് തിക്കായിട്ട് തന്നെ വേണം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചോട്ടെ. നമ്മുടെ ഓലൻ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഉപ്പൊന്ന് നോക്കണം. ഒരു പൊടിക്കും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ തേങ്ങാപ്പാൽ. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കാച്ചി ഒഴിക്കുകയല്ല ചെയ്യുന്നത്. 2-3 കറിവേപ്പില നല്ലതുപോലെ ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വേറെ കടുക്, അച്ചി, ഉള്ളി വറുത്തിടെ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പച്ച വെളിച്ചെണ്ണയും ആ വേപ്പിലയുടെ ആ ഒരു മണം കൂടെയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ, സൂപ്പർ. ഇനി വേണമെങ്കിൽ ചിലർ പറയാറില്ല ഈ കറിക്ക് ഒട്ടും എരിവൊന്നുമില്ലാന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ഇതിൻ്റെ മുകളിലിട്ടാൽ കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേണ്ടവർക്ക് അതൊന്ന് തിരുമ്പിയിട്ട് കഴിക്കാം. അതുപോലെ പയർ വേവിച്ചതിൻ്റെ വെള്ളം ഇതിൽ ചേർക്കരുത്, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിപ്പോകും. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളിയാണ് കേട്ടോ. കട്ടിപ്പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ പുളിശ്ശേരിക്ക് കുമ്പളങ്ങ ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഓലൻ്റെ പോലെയല്ല, കുറച്ചൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിലേക്കൊരു 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പുളിശ്ശേരിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യുക. കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇനി നന്നായിട്ട് വെന്ത് വരണം. അതിനുശേഷമാണ് നമ്മളിതിൽ തേങ്ങയുടെ അരപ്പും തൈരൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് നല്ല ജീരകവും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നല്ലതുപോലെ അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് തേങ്ങ അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക് അത്ര കട്ടി ഉണ്ടാവില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, തേങ്ങയ്ക്ക് നല്ലതുപോലെ അരങ്ങിട്ട് വരണം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളവന്നോട്ടെ. ഈ സമയത്ത് നമുക്കൊരു അരക്കപ്പ് മതി നല്ല കട്ടി തൈര്. ഒരുപാട് പുളി വേണ്ട, എന്നാൽ തീരെ പുളി ഇല്ലാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളവന്നോട്ടെ. ഇതിൽ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഒന്നും കൂടെ നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതല്ല, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്താൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. തൈര് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു എരിവും ഉപ്പൊക്കെ നോക്കാനായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട തൈര് ഒന്ന് ബീറ്റ് ചെയ്തത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായ ഉടനെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കട്ടിയാവും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് തിള വന്നു. ഇനി നമുക്ക് ഇത് മാറ്റാം. നമുക്ക് പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു നുള്ള് ഉലുവ, ഒരു നുള്ള് മതി കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതുപോലെ ഒന്ന് മൊരിയട്ടെ. ആ ഒരു പാൻ്റെ ചൂടിൽ തന്നെ ഇതായിക്കോളും. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി എന്താ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇത്തിരി നേരം അടച്ചു വയ്ക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ കട്ടിപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സദ്യ സ്റ്റൈലിൽ തന്നെ വരുന്ന നല്ല കട്ടി പുളിശ്ശേരി ഉണ്ടല്ലോ, കുമ്പളങ്ങ വെച്ചും വെള്ളരിക്ക വെച്ചൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല കട്ടി പുളിശ്ശേരിയും അതിൻ്റെ കൂട്ടത്തിൽ വെള്ള കളറുള്ള ഓലനും, അതും കുമ്പളങ്ങയും മമ്പയറും നല്ല തേങ്ങാപ്പാലിൽ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും താങ്ക് യു.